നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച ശേഷം മറിഞ്ഞു. കൈക്കുഞ്ഞുൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. അഞ്ചൽ കുളത്തുപുഴ റോഡിൽ പത്തടി കാഞ്ഞുവയൽ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. തമിഴ്നാട് ട്രിച്ചിയിൽ നിന്നും വർക്കല ബീച്ചിലേക്ക് പോയ ഇന്നോവ കാറിൽ സഞ്ചരിച്ച കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. പുലർച്ചെയായിരുന്നു അപകടം. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് പുറത്തേക്ക് പതിച്ചു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അപകടത്തിൽപ്പെട്ടവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. 5:05 സംഭവം നടക്കുന്നത്. ഒരു സൗണ്ട് മാത്രമേ കേട്ടോളൂ നാട്ടുകാരെല്ലാവരും. അവർ 7 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അവർ ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇലക്ട്രിസിറ്റിക്കാർ വന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തി അവർ പോയി. പിന്നെ പോസ്റ്റ് അവർ മാറ്റി കൊടുക്കും. അവർക്കുള്ള സെറ്റിൽമെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അളിയൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. തെരുവുനായ റോഡിന് കുറുകെ ചാടിയതാണ് കാർ നിയന്ത്രണം വിടാൻ കാരണമെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. എന്നാൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നും പറയുന്നുണ്ട്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.